പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയരേ, ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ഒരു മനുഷ്യൻ്റെ മേൽ വീണാൽ ആ വ്യക്തിക്കെതിരെ ഈ ലോകം തന്നെ എഴുന്നേറ്റ് വന്നാലും തൊടുവാൻ കഴിയത്തില്ല. അവരെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നവർ അനേകരെങ്കിലും തകർന്നെന്ന് തോന്നുന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒന്നും തകരത്തില്ല, ഒന്നും ഇല്ലാണ്ടാവത്തില്ല. തിരുവചനം മുഴുവൻ പരിശോധിക്കുമ്പോൾ യോസേഫിൻ്റെ ജീവിതത്തിൽ സ്വപ്നം ദർശിച്ച അവൻ്റെ ലൈഫ് തന്നെ കുടുംബത്തിൽ നിന്നും ദേശത്തിൽ നിന്നും രക്തബന്ധങ്ങളുടെ ഇടയിൽ നിന്നും ഇല്ലാണ്ടായി തീർന്ന് എല്ലാം തകർന്ന് നാട് വിട്ട് തനിക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തും ഉപജീവിച്ചും ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വന്ന അനുഭവമാണ് കാണുന്നത്. പോത്തിഫറിൻ്റെ വീട്ടിൽ ജോലിക്ക് കയറി. അവിടെ നിന്നും ലഭിച്ചതായ തിക്താനുഭവ നിമിത്തം ജയിലിലായി. എല്ലായിടത്തും സങ്കടക്കടൽ, സന്തോഷത്തിനൊരു വകയില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന അനുഭവങ്ങളില്ല. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. 17-ാമത്തെ വയസ്സ് തുടങ്ങി അവൻ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. ദാവീദിനെ കണ്ടില്ലേ? വീട്ടിൽ അപ്പനും അമ്മയും സഹോദരവർഗങ്ങൾക്കുമിടയിൽ അദ്ദേഹത്തിനൊരു റോളുണ്ടായിരുന്നില്ല. വിലയില്ലാത്തവൻ, പണമില്ലാത്തവൻ, വരുമാനമില്ലാത്തവൻ, അപ്പൻ്റെ ആടുകളെ മേയിച്ച് ജീവിക്കുന്നവൻ. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ വളർന്നിട്ടും ഇപ്പോഴും ജീവിക്കണമെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് വേണ്ടി വന്ന, പലരെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് നയിക്കേണ്ടി വന്ന ഒരിടയച്ചക്കൻ. പട്ടപൂജ്യമാണ് വാല്യൂ. ഈ അനുഭവത്തിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം ദൈവത്തിൻ്റെ വിളിയുള്ള നിനക്ക്, തിരഞ്ഞെടുപ്പുള്ള നിനക്ക്. എന്നാൽ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുമെന്ന് തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദാവീദിനെ, ആ ഇടയച്ചക്കനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റിയ ദൈവം ജീവിക്കുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു സ്വന്തം ജനവും സ്വന്തം നാടും വിട്ടുപോകേണ്ടി വന്ന യോസേഫിനെ തേടി സ്വന്തം നാടും സ്വന്തക്കാരും വരേണ്ടി വന്നുവെങ്കിൽ ഇന്ന് തള്ളിപ്പറഞ്ഞവരും ഉപേക്ഷിച്ച് കളഞ്ഞവരും നിന്നെ അന്വേഷിക്കേണ്ട ഒരു സമയം വരും. നിന്നെ തേടി വരും, നിൻ്റെ അരികിൽ വരേണ്ടി വരും. തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെ നാം കാണുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് തിരുവചനം പറയുന്നു. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ? അവനെ അനുഗമിക്കുന്ന അനുയായികൾ. യേശു പോയ വഴിയിലൂടെ നമ്മൾ പോയെങ്കിലേ യേശു ചെന്നയിടത്ത് നമുക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെയെങ്കിൽ മുന്നമേ പോയവൻ്റെ പിന്നാലെ പോകുന്ന കർത്താവിൻ്റെ ജനത്തോട് ഞാൻ പറയുന്നു, യേശു ക്രിസ്തു തിരസ്കരണങ്ങളിലൂടെ പോയെങ്കിൽ നീയും ഞാനും അതിലൂടെ പോകണം. യേശു ക്രിസ്തു ക്രൂശീകരണത്തിലൂടെ പോയെങ്കിൽ ക്രൂശ് എടുത്ത് വേണം നാം അവനെ അനുഗമിക്കാൻ. ഓരോരുത്തൻ തൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കട്ടെ. എൻ്റെ നാമം നിമിത്തം വീടോ നിലമോ അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ വിടേണ്ടി വന്നാൽ അത് 100 മടങ്ങ് നിങ്ങൾക്ക് മടക്കി ലഭിക്കുമെന്നും നിത്യജീവനെയും നൽകുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തത് ഓർത്തുകൊള്ളുക. അങ്ങനെ നിങ്ങൾ നിൻ്റെ നിത്യജീവൻ്റെ കിരീടത്തെ മുറുകെ പിടിക്കുക. ഒന്നും കണ്ട് പതറിപ്പോകരുത്. ഒന്നിൻ്റെ പേരിലും നിൻ്റെ വിശ്വാസം ഇളകിപ്പോകരുത്. പിറുപിറുപ്പ് ആവാം, പിറുപിറുത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിറുപിറുക്കാതെ ദൈവത്തെ സേവിക്കാൻ കഴിയുമോ? എനിക്ക് കഴിഞ്ഞിട്ടില്ലായകയാൽ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നില്ല. സങ്കടം വരുമ്പോൾ പിറുപിറുത്ത് പോകാം, വിശ്വാസം പോയിപ്പോകാം, നിരാശകൾ ബാധിക്കാം. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ദൈവം പ്രൂവ് ചെയ്യും. നിനക്ക് ഇളക്കം തട്ടിയാലും നിൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയാലും ഉള്ളം കരത്തിൽ വരച്ചവൻ നിന്നെ വാഗ്ദത്തത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. ആകയാൽ പ്രത്യാശയുള്ളവരായിരിക്കുക, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. നിൻ്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. നിൻ്റെ കർത്താവ് കൈവിടാതെ നിന്നോട് അരുളി ചെയ്തതുപോലെ നിവർത്തിക്കും. ദൈവം
വിശ്വസ്തൻ തന്നെ. ഗോഡ് ബ്ലെസ് യു.